കാലത്തിന്റെ കുത്തൊഴുക്കിലും മങ്ങാത്ത വിശ്വാസവുമായി അനന്തപുരിയുടെ തീരത്ത് ഒരു പുണ്യ സങ്കേതമുണ്ട്. കടൽ തിരമാലകൾ ഭക്തിയോടെ കാൽപാദങ്ങൾ കഴുകുന്ന ശംഖുമുഖം ദേവീക്ഷേത്രം. അസുര ഗുരുവായ ശുക്രാചാര്യരുടെ യാഗഭൂമി എന്നും ശ്രീ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടത് എന്ന് വിശ്വാസങ്ങൾ ഉള്ളതും ആയ ഒരു പുണ്യഭൂമി കൂടിയാണത്. ശ്രീ പത്മനാഭസ്വാമിയുമായി അഭേദ്യമായ ബന്ധമുള്ള നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന ശംഖുമുഖം ദേവീക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദൈവമേ കേതുരാമി. അക്ഷരങ്ങൾ കൊത്തിവെച്ച മണൽപ്പരപ്പാണ് ശംഖുമുഖം. ആർത്തലച്ചു വരുന്ന തിരമാലകൾക്ക് പോലും ഇവിടെ എത്തുമ്പോൾ ഭക്തിയുടെ മൗനമാണ്. അനന്തസാഗരത്തിന്റെ ഇരുമ്പലുകൾക്കിടയിലും ഒട്ടും മുറിയാത്ത ഒരു നിശബ്ദത ഈ തീരത്തുണ്ട്. ആ ഏകാന്തതയുടെ ഗർഭഗൃഹത്തിലാണ് സർവവും അടക്കിയ ശാന്തസ്വരൂപിണിയായ മഹിഷാസുരമർദ്ദിനിയുടെ വാസം. പുരാവൃത്തങ്ങളുടെ താളുകളിൽ ഭാർഗവരാമൻ പ്രതിഷ്ഠിച്ച 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ് ശംഖുമുഖം ദേവീക്ഷേത്രം. ഉപദേവതകളുടെ അകമ്പടിയില്ലാതെ പൂർണ്ണേകാന്തതയിൽ വാഴുന്ന ദേവി. വലതുഭാഗത്ത് സർവ്വദിനം സാക്ഷിയായി സാളഗ്രാമത്തിൽ തീർത്ത ഒരു ശിവലിംഗം മാത്രം. ഉൾഭാഗം ചതുരാകൃതിയിലും പുറംഭാഗം വൃത്താകൃതിയിലുമുള്ള അപൂർവമായ ശ്രീകോവിൽ. അസുരഗുരു ശുക്രാചാര്യരുടെ യാഗഭൂമിയെന്നും ശ്രീ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതെന്നും വിശ്വസിക്കപ്പെടുന്ന ശംഖുമുഖം ശ്രീ ദേവീക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുൻപേ തിരുവനന്തപുരത്ത് പൗർണമി നാളിൽ ദർശനത്തിന് പേരുകേട്ട ഏക ക്ഷേത്രമാണ്. മീനമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം നടക്കുന്നത്. ഭരണി നാളിലെ പള്ളിവേട്ടയും 10ാം ദിവസത്തെ കടപ്പുറത്തെ ആറാട്ടും ഭക്തിസാന്ദ്രമാണ്. ഇവിടെ ഏറ്റവും പ്രധാനം പൗർണമി പൂജ എന്ന് പറയുന്ന ഭഗവതി സേവ തന്നെയാണ്. പൗർണമി ദിവസം ചന്ദ്രോദയ സമയത്ത് പുറത്തെ പത്മത്തിൽ ഭഗവതിയെ ആവാഹിച്ച് നടത്തുന്ന പൂജയാണ് പൗർണമി പൂജ എന്ന് പറയുന്നത്. ശ്വാസതടസ്സം പോലുള്ള അസുഖങ്ങൾ വരുന്നതിനിവിടെ പാളയും കയറും നടക്കി വയ്ക്കുക എന്ന് പറഞ്ഞൊരു വിശേഷാൽ വഴിപാടുണ്ട്. അത് പാളയും കയറും വാങ്ങിച്ച് ഭഗവതിയെ പ്രാർത്ഥിച്ച് വെച്ച് അതിൻ്റെ തീർത്ഥവും കൂടെ സേവിച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ അസുഖങ്ങൾ മാറുന്നുണ്ട്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. തീർത്ഥം, പത്മതീർത്ഥം, ചക്രതീർത്ഥം എന്നീ 3 പുണ്യകുളങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് ഈ ദേവീ സന്നിധി. ഇതിൽ ചക്രതീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച് ദേവിയെ ദർശിച്ചാൽ പാപമുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. കാലപ്രവാഹത്തിൽ പലതും മാഞ്ഞുപോയെങ്കിലും അനുഗ്രഹ വർഷം ചൊരിഞ്ഞ ശംഖുമുഖം ദേവി ഇന്നും ഈ തീരത്ത് ഭക്തർക്കായി അഭയമായി കുടികൊള്ളുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.